ടി.വി.കെ സർക്കാരിനെ അട്ടിമറിക്കാൻ നടന്ന രാഷ്ട്രീയ നീക്കം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയാണ്. ഏറ്റവും പുതിയ വിവരമായി പുറത്തുവരുന്നത് ടി.വി.കെ ഡി.എം.കെയുടെ നേതാവ് സെന്തിൽ ബാലാജിയുടെ സഹോദരൻ പോലും ഈ വിഷയത്തിൽ ആരോപണ വിധേയനാണ് എന്നാണ്. 35 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തു എന്ന വിവരമാണ് പുറത്തുവന്നത്. 3 പേരെ അറസ്റ്റ് ചെയ്തു, അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ടി.വി.കെക്ക് ഒരു ആയുധമാകുന്നു, ഡി.എം.കെ വലിയ പ്രതിരോധത്തിലായി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. കെ.പി. അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഏറ്റവും പുതിയ വിവരം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, തമിഴക രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഈ ടി.വി.കെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി 35 കോടി രൂപയുടെ ഓഫർ MLAക്ക് നൽകി എന്നുള്ളത്. അതായത് 15ഓളം വരുന്ന MLAമാരെ ഒരുമിച്ച് രാജിവെപ്പിക്കുക, അങ്ങനെ ഭരണത്തെ അട്ടിമറിക്കുക എന്നതായിരുന്നു നീക്കം എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ തിരുനാവക്കരസ് ആണ് ഇത്തരത്തിൽ പണം ഓഫർ ചെയ്തത് എന്നതായിരുന്നു ഉത്തങ്കരൈ MLA ആയിട്ടുള്ള ടി.വി.കെയുടെ നേതാവ് കൂടിയായിട്ടുള്ള N. ഇളയരാജയുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്തവരിൽ DMKയുടെ നേതാവ് സെന്തിൽ ബാലാജിയുടെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള നരേഷും ത്യാഗരാജനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ടി.വി.കെ എന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എങ്കിൽ പോലും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ്, VCK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ഏതെങ്കിലും MLAമാർ രാജിവെക്കുകയോ കൂറുമാറുകയോ ഒക്കെ ചെയ്താൽ ഭരണം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ എടുത്തു പറയേണ്ടത് രഞ്ജിത്ത്, ഈ ടി.വി.കെ അധികാരത്തിലേറിയപ്പോൾ തന്നെ DMKയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്നത് അവർ ഭരിക്കട്ടെ, നമുക്ക് 6 മാസം കാത്തിരിക്കാം എന്നുള്ളതായിരുന്നു. അതായത് 6 മാസത്തിനപ്പുറത്തേക്ക് ഈ ടി.വി.കെ സഖ്യത്തിന് ഭരണത്തിൽ തുടരാൻ സാധിക്കില്ല എന്ന ഒരു സൂചന തന്നെയായിരുന്നു തുടക്കത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഏത് നിമിഷവും അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിൽ എത്തിക്കൊണ്ട് താഴെ പോവുകയോ ചെയ്യുമെന്ന ഒരു പൊതു നിരീക്ഷണം ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ 35 കോടിയുടെ ഓഫർ എന്നത് വലിയ തോതിൽ തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ DMK തന്നെ ഇതിന് നേതൃത്വം നൽകി എന്ന മട്ടിലുള്ള വിമർശനങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗം ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അട്ടിമറി നീക്കം നടന്നിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് പിന്നിൽ DMK എന്ന പാർട്ടിയുടെ നേതൃത്വമായിരുന്നു, അതിനപ്പുറത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഏതാനും നേതാക്കൾ മാത്രമായിരുന്നു എന്നതിലൊക്കെ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ. വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വിവരം എന്ന് പറയുന്നത് അതിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.